ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി സുവിശേഷം 6-9 വായിക്കുന്നു. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയാണ് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഈ പ്രാർത്ഥനയിലെ വാക്കുകളും അതിലുള്ള പാഠങ്ങളും വളരെ പ്രാധാന്യമേറിയതാകുന്നു. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരമാധികാരത്തെയും വിശുദ്ധിയെയും അംഗീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ പിതാവേ എന്ന് വിളിച്ചിരിക്കുന്നു. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ എന്നുള്ളതിൽ പ്രാർത്ഥനാരംഭത്തിൽ ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരു ക്രിസ്തു വിശ്വാസിയുടെ വിശേഷ അവകാശമാണ് പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുക എന്നുള്ളത്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്ന് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. റോമറിന്റെ 8 നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രയേ പ്രാപിച്ചത് എന്ന് നാം വായിക്കുന്നു. അങ്ങനെ മക്കളായ നാം നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്നാമതായി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പറഞ്ഞുകൊണ്ട് ആവശ്യങ്ങൾ സമർപ്പിക്കുക അത്രയേ വേണ്ടത്. ഇസ്രായേലിന്റെ പുത്രൻ എൻ്റെ ആദ്യജാതൻ തന്നെ എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്തു. ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈം എൻ്റെ ആദ്യജാതനുമെന്ന് രമ്യ പ്രവാചകനിലൂടെ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. എല്ലാവരുടെയും സൃഷ്ടാവും രക്ഷിതാവും മനുഷ്യരാശിയുടെ ആവശ്യങ്ങൾ നിറവേറ്റി സംരക്ഷിക്കുന്നവനും തൻ്റെ കുടുംബത്തിലേക്ക് വിളിക്കപ്പെട്ടവരുടെയും കർത്താവിൽ വിശ്വസിക്കുന്നവരുടെയും പിതാവെന്ന നിലയിൽ ദൈവത്തിൻ്റെ നാമം എല്ലായിടവും ഘോഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും വിശുദ്ധമായി കണക്കാക്കപ്പെടുകയും ചെയ്യട്ടെ. അതെ, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us.